ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്ക് അത്യാവശ്യം കുറേ ടാർഗറ്റുകൾ വന്നിട്ടുള്ള ദിവസമാണ്. അതായത് തിങ്കളാഴ്ച ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നെല്ലാവർക്കും മാറി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. നമുക്ക് തിങ്കളാഴ്ച എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് ചെറിയ ലോസ് ആയിരിക്കും. നമ്മൾ അത് പഠിക്കുക ഫസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്ത് നമുക്ക് വരുന്ന ലോസ് 10 പോയിൻ്റാണ്. മനസ്സിലായി? 10 പോയിൻ്റാണ് ലോസ് വരുന്നത്. നമ്മൾ 2 ട്രേഡ് 3 ട്രേഡ് എടുത്ത് കണ്ടിന്യൂസ് ലോസ് തന്നെയാണ് നോക്കി. അപ്പോൾ 30 പോയിൻ്റാണ് ലോസ്. ഇന്ന് അതിനൊക്കെയും മറികടന്നിട്ട് ഹ്യൂജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പോയിൻറ്റ്സാണ് ക്യാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളാച്ച എന്തായാലും ചെറിയ ലോസുകളൊക്കെ എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ഇന്ന് ഒറ്റ ട്രേഡിൽ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ട്രേഡ് തന്നെ ഫുൾ ടാർഗറ്റാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ മൂവ്മെൻ്റാണ് ഒന്ന് കിട്ടിയത് ഫസ്റ്റ് ട്രേഡ് തന്നെ. പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് മുകളിലേക്ക് നന്നായിട്ട് കയറിപ്പോയി. ഒരു 110 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഫസ്റ്റ് ട്രേഡിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ടോട്ടൽ മൂവ്മെൻറ്റ് നമുക്കുണ്ടായിരുന്ന ട്രേഡാണ് 22,300 ഫുൾ ടാർഗറ്റാണത്. പിന്നെ രാവിലെ ഉണ്ടായിരുന്ന ട്രേഡാണ്. രാവിലത്തെ ട്രേഡ് 22,100 നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റത്തെ ട്രേഡാണ് കേട്ടോ. 94 രൂപയ്ക്ക് കിട്ടിയ ട്രേഡാണ്. പിന്നെ കണ്ടിന്യൂ വേറെ പ്രൈസുകൾ 3 പ്രൈസ് നമുക്ക് കാണാം അവിടെ. 152, 115, 94 ഈ 3 പ്രൈസിലും എൻട്രി കിട്ടിയിട്ടുണ്ട്. ഈ 3 എൻട്രീസിലും ഫുൾ ടാർഗറ്റാണ്. 50 പോയിൻ്റാണ് നമുക്ക് നിഫ്റ്റിയിൽ ഫുൾ ടാർഗറ്റ്. ആ 50 പോയിൻ്റ് 3 സ്ട്രൈക്കിൽ നമുക്ക് 3 പ്രൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രേഡാണ്. ഇത് 48,300 അത് 100 പോയിൻറ്റ്സാണ്. അത് 912 1012 അങ്ങനെ 100 പോയിൻറ്റ്സ് കേട്ടോ. പിന്നെ നമുക്ക് കാണാം ക്യാൻഡിൽസ് മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കുക. 1045 ഡീസായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 150 പോയിൻ്റ് അടുത്തൊക്കെ ഈസിയായിട്ട് പോയിട്ടുണ്ട്. അത് മനസ്സിലായി. ഇത് നിഫ്റ്റി സ്പോട്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് നോക്കുക. ക്യാൻഡിൽസ് 5-ാം തീയതിയാണ് ഇന്ന്. 22,106 ഞാൻ കൊടുത്ത റെസിസ്റ്റൻസ് ഫസ്റ്റത്തെ നിഫ്റ്റിയുടെ. അതിൻ്റെ മുകളിലേക്ക് ഒരു ബയേഴ്സ് ലോസ് കിട്ടി. അതായത് സെല്ലേഴ്സ് ക്യാൻഡിൽ ലോസിങ് നമ്മുടെ പറഞ്ഞ ഈ നിഫ്റ്റിയുടെ ലെവലിൻ്റെ മോഡലാണ്. ഞാൻ കൊടുത്ത റെസിസ്റ്റൻസിൻ്റെ മോഡലാണ് സെല്ലേഴ്സ് ക്യാൻഡിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ സ്പോട്ട് നോക്കി ചെയ്യണവർക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ലിമിറ്റിക്ക് വന്നതിന് മാത്രം എടുത്താൽ മതി. നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുക്കണവർക്ക് ട്രേഡ് കിട്ടില്ല. അപ്പോൾ അത് വിടുക. അടുത്ത റെസിസ്റ്റൻസ് നോക്കുക. 22,198 അടുത്ത റെസിസ്റ്റൻസ് ഞാൻ കൊടുത്താണത്. എല്ലാം 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കുക. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടി. ലിമിറ്റിക്ക് അത്യാവശ്യം അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കുക ഇതിനൊക്കെ. അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് ചെയ്യുള്ളൂ. പിന്നത്തെ റെസിസ്റ്റൻസ് നിങ്ങൾ എവിടെ നോക്കി? 22,356 അതായത് 22,198 കഴിഞ്ഞ് 22,356 150 പോയിൻ്റ് അപ്പുറത്താണ് അടുത്ത റെസിസ്റ്റൻസ് എടുക്കുന്നത്. നിഫ്റ്റി ഈസി ആയിട്ട് കയറിയത് കണ്ടില്ലേ നിങ്ങൾ? എൻ്റെ ഇടയ്ക്ക് വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല നിഫ്റ്റിക്ക്. റെസിസ്റ്റൻസ് ഇനി ഫീൽ എവിടെയാണ്? കറക്റ്റ് 22,356 നിങ്ങൾ 22,356 നോക്കിക്കോ. പിന്നെയും ഇതേ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കയറി സെല്ലേഴ്സ് കിട്ടി. പിന്നെ എൻട്രി ആണിത്. മനസ്സിലായില്ലേ? പിന്നെ എൻട്രി ആണിത്. പ്രോഫിറ്റിക്ക് തന്നെ അത്യാവശ്യം 356 396 വരെ പോയിട്ടുണ്ട്. 40 പോയിൻ്റ് മൂവ്മെൻറ്റ്. നമുക്ക് സ്ട്രൈക്കിൽ വേണമെങ്കിൽ ഒരു 20 പോയിൻ്റ് 25 പോയിൻ്റ് കിട്ടുമായിരിക്കും കേട്ടോ. പിന്നെ അത് വീക്കായി. മനസ്സിലായില്ലേ? പിന്നെയാണ് അത് വീക്കായി തുടങ്ങിയിരിക്കണത്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ആ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. 22,356 മുകളിലേക്ക് കയറണോ വേണ്ടതെന്ന് വെച്ച് ചോദിച്ചിട്ടാണ് നിൽക്കുന്നത് നിഫ്റ്റി സ്പോട്ട് പ്രകാരം ഇങ്ങനെ ട്രേഡ് എടുക്കുക. മനസ്സിലായില്ലേ? ഞാനൊരു ഐഡിയയും കൂടി പറഞ്ഞു തരാം കേട്ടോ. സ്പോട്ട് പ്രകാരം ട്രേഡ് എടുക്കണവർക്ക് ഇതൊരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. ഇപ്പോൾ 29-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മളെ റെസിസ്റ്റൻസിൻ്റെ അടിയിലേക്ക് ക്യാൻഡിൽ ലോസ് ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ ലോസ് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് ബയേഴ്സ് റിജക്ഷൻ നോക്കാം. സ്പോട്ട് നോക്കി ട്രേഡ് എടുക്കുന്ന ആൾക്കാരൊക്കെ PE ട്രേഡ് എടുക്കുമ്പോൾ ബയേഴ്സിൻ്റെ റിജക്ഷൻ ഇതാണ്. ഈ ഗ്രീൻ ക്യാനിൽ വന്നു കഴിഞ്ഞാൽ അടിയിലേക്ക് ട്രേഡ് എടുക്കാം കേട്ടോ. മനസ്സിലായില്ലേ? ലിമിറ്റിക്ക് വരുമ്പോൾ എടുക്കുക. നിങ്ങൾ നോക്കുക. ഗ്രീൻ ക്യാനിൽ ഒന്ന് കൺഫർമേഷൻ കിട്ടി. ഇവിടെ കൺഫർമേഷൻ കിട്ടി. കറക്റ്റ് ലിമിറ്റിൽ തട്ടി. പിന്നെ അത് അടിയിലേക്ക് പോയി. അടുത്തൊരു സപ്പോർട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അത് വേറെ കാര്യം. ഇന്നത്തെ ദിവസത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ വേറെയാണ്. ഇതിപ്പോൾ 28-ാം തീയതി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ ട്രേഡ് എടുക്കാമെന്നാണ് പറയണത്. ബയേഴ്സിൻ്റെ റിജക്ഷനാണ് അവിടെ നോക്കേണ്ടത്. നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ നോക്കണം. സൈഡിലേക്ക് പോകുമ്പോൾ ബയേഴ്സിൻ്റെ റിജക്ഷൻ നോക്കണം. ബാങ്ക് നോക്കുക നിങ്ങൾ. അതായത് ഇത് ബാങ്ക് നിഫ്റ്റിയാണ് കേട്ടോ. 48,187 ആണ് സപ്പോർട്ട് വരുന്നത്. ജസ്റ്റ് സപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. പിന്നെയാണ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് പോയി 48,506. അതിൻ്റെ മുകളിലൊരു സെല്ലേഴ്സ് ക്യാനിൽ ഇട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അത് ഈസി ഒരു പ്രോഫിറ്റാണ്. കുറച്ച് മുകളിലേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അവിടെ ബാങ്കിന് അവിടെ പ്രശ്നങ്ങളുണ്ട്. അതിന് കയറാൻ പറ്റണില്ലേ? 48,116 എത്താൻ പറ്റണില്ല. അതിന് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് മാത്രം കിട്ടില്ലേ? ബാങ്കും ഒപ്പം മൂവ് ചെയ്യണം. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ലേ?
അപ്പോൾ മേ ബി അടുത്ത ദിവസങ്ങളൊക്കെ വരുമായിരിക്കും, മനസ്സിലായില്ലേ. സീസ് അടിക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാങ്കും കയറും നല്ല രീതിക്ക്. ഇപ്പോൾ ഇത്രയും സ്ട്രൈക്കുകളിലാണ് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് BTC USD ഒന്ന് നോക്കി നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ചാപ്റ്ററിലില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, മനസ്സിലായില്ലേ. ഇതിപ്പോൾ ഞാൻ രാവിലെ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് കേട്ടോ. ഇതേ സ്ട്രാറ്റജി നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ഞാനിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് BTCയിലൊന്നും ട്രേഡ് എടുക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ട്രേഡ് എടുക്കണ്ടെന്നാണ് ഞാൻ പറയണുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്ന് ഉണ്ടായിരുന്നൊരു ട്രേഡാണ്, അതായത് മാർക്കറ്റ് ഒരു നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്, ഈ ഒരു ഭാഗത്ത് മനസ്സിലായി. ഈ ഒരു ഭാഗത്ത് റേഞ്ചിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻട്രി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പർട്ടിക്കുലർ സ്ട്രൈക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്കല്ല, ഇതേ സ്പോട്ടിൽ തന്നെ ഒരു പർട്ടിക്കുലർ ലെവലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. 87,421 പറഞ്ഞൊരു ലെവൽ. അതിൻ്റെ മുകളിൽ ബയേഴ്സ് ക്ലോസിങ് കിട്ടി, സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടി. തന്നെ അവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, ഈസിയാണ്. ഇവിടെ ഒരു 400 പോയിൻ്റ് അടിയിലേക്ക് സ്റ്റോപ്പ് ലോസ് ഇടുക. 400 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 400 പോയിൻ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയുണ്ട്, ഇന്ത്യയിലൊരു പ്ലാറ്റ്ഫോം, ഈ ബിറ്റ് കോയിനും അതുപോലെ കോയിൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, എത്തേറിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഞാനൊരു 400 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അതിൽ പോയിട്ട് $300 നിങ്ങൾ ട്രേഡ് എടുത്തു, അല്ലെങ്കിൽ $400 സ്റ്റോപ്പ് ലോസ് ഉള്ളതാണെന്ന് ഞാൻ ആരെ കൊണ്ടും നടക്കണ കാര്യമല്ല, സാധാരണക്കാരാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ $300 തന്നെ നിങ്ങൾക്ക് $3 ചെയ്യാം, $30 ചെയ്യാം, $300 ചെയ്യാം. എൻ്റെ ഇടയ്ക്ക് ഏത് പ്രൈസിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോട്ട് നിങ്ങൾക്ക് മേടിച്ചിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു നിങ്ങളുടെ ഫണ്ടിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഈ $400 എന്നുള്ളത് $4, $40 അല്ലെങ്കിൽ $44 അല്ലെങ്കിൽ അങ്ങനെ അതിന് കൺവേർട്ട് ചെയ്യാം മെസ്സലിനെ, മനസ്സിലായില്ലേ. ഈ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ $400 ഉണ്ടാവും മെസ്സല്. അതാണ് എൻ്റെ പ്രശ്നം. ഇത് ഈസിയാണ്, നമുക്ക് ഇപ്പോഴും കാണാം. ഇതിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതേ ലെവലിൻ്റെ മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ട് കാണുന്നത് BTC. എൻ്റെ എൻട്രി വരുന്നത് ഇവിടെ നിന്നാണ്. ആക്ച്വൽ എൻട്രി ഇവിടെ ഈ ഒരു ഭാഗത്ത് 87,421 എൻ്റെ എൻട്രി കിട്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് വന്നാലാണ് ഈ മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അത് നോക്കി നോക്കി, ഈ മൂവ്മെൻറ്റ് എത്രയുണ്ട് നോക്കി നോക്കുക. 3115 പോയിൻ്റാണ് BTC മൂവ് ചെയ്തേക്കണത്. ഇനിയും മൂവ് ചെയ്തുകൊണ്ട് തന്നെയാണ്, കണ്ടില്ലേ. അത് ബേസിക്കലി എൻ്റെ പവർ വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അതായത് നമ്മൾ എൻട്രി എടുത്ത പോയിന്റിലാണ് അതിൻ്റെ പവർ കിടക്കുന്നത്, 87,421. ഇതൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ജോയിൻ ആവാം കേട്ടോ. നമുക്ക് ഫോറക്സ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുക. ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇടാം. ഈ സ്ട്രാറ്റജിയിൽ ഏത് ടൈം ഫ്രെയിമും ഏത് ഇൻഡെക്സും ഇതിൽ വർക്കാവും, മനസ്സിലായില്ലേ. ഫോറക്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വല്ലാതെ ഭയങ്കര സ്റ്റഡികളൊന്നുമില്ല. നമുക്ക് ഈസി സ്റ്റഡിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള സ്റ്റഡിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. താല്പര്യമുള്ളവർക്ക് അത് വന്നിട്ട് പഠിക്കാം. ജസ്റ്റ് കാണിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. ബിറ്റ് കോയിൻ്റെ ഒരു ട്രേഡ് ആയിരുന്നു നിന്ന് കിട്ടിയത്. ജസ്റ്റ് കാണിക്കാൻ തോന്നി, കാണിച്ചു, അത്രേ ഉള്ളൂ. ഇത് നിഫ്റ്റിയാണ് ഇന്നത്തെ ട്രേഡ് 3 ഞാൻ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ 3 ട്രേഡ് ഘടിപ്പിച്ച് കിട്ടിയെന്ന്. അത് ഇതാണ്. അതായത് 94 ഒരു ട്രേഡ് ഉണ്ട്, 115.70 ട്രേഡ് ഉണ്ട്, 152 രൂപ അതിലൊരു ട്രേഡ് ഉണ്ട്. അങ്ങനെ 3 ട്രേഡാണ് എനിക്ക് കിട്ടിയത് കണ്ടിന്യൂസ്. അപ്പോൾ 94 നിങ്ങൾ നോക്കുക. ഫസ്റ്റ് മിനിറ്റ് കാനിൽ അഞ്ചാം ദിവസത്തെ ഫസ്റ്റ് മിനിറ്റ് കാനിലെ മുകളിൽ ക്ലോസ് ചെയ്തു, പിന്നെ റെഡ് ക്യാനിൽ ഇടയിൽ ക്ലോസ് ചെയ്തു, പിന്നെ ഗ്രീൻ ക്യാനിൽ ഇടയിൽ ക്ലോസ് ചെയ്തു, പിന്നെ ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു. റെഡ് ക്യാനിൽ ഒരു ഡോജ് ക്രിയേറ്റ് ആയി അവിടെ, മനസ്സിലായി. ഈ ഡോജ് ക്രിയേറ്റ് ആയി. അപ്പോൾ തന്നെ ട്രേഡ് ലിമിറ്റിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത ക്യാൻഡിൽ ലിമിറ്റിൽ എടുക്കാം. 10 പോയിൻ്റ് എസ്എല്ലിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് 50 പോയിൻ്റ് ടാർഗറ്റാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 115.70 മുകളിൽ. ഇനി ഇപ്പോൾ ഇവിടെ ട്രേഡ് മിസ്സായവർ ഇത് ഇവിടെ നോക്കുക. 115.70 സെല്ലേഴ്സ് ക്യാനിൽ കണ്ടു. അടുത്ത് അത്യാവശ്യം ഒരു ഡിമാൻഡ് വരുന്ന നേരത്ത് മേടിക്കാൻ, ലിമിറ്റിൽ വരുന്ന നേരത്ത് മേടിക്കുക. ഡിമാൻഡ് എടുക്കാൻ പറ്റാത്തവരെ, ലിമിറ്റിൽ മാത്രം എടുക്കുന്നവർ, ഡിമാൻഡിൽ എടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത എൻട്രിയിലേക്ക് പോവുക. അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ 152 നിങ്ങൾ നോക്കുക. ഇവിടെ ബയേഴ്സോടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കി, ട്രേഡ് ആക്ടിവേറ്റ് ആയി, ലിമിറ്റിൽ കിട്ടി, മനസ്സിലായില്ലേ. ഇത് ലിമിറ്റിൽ വരുന്ന ട്രേഡാണ്. അപ്പോൾ എല്ലാവരും കിട്ടുക. അത് 50 പോയിൻ്റാണ്. ഡിമാൻഡിൽ എടുത്തവർക്ക് ഇത് 50 പോയിൻ്റാണ്, മനസ്സിലായില്ലേ. ഇപ്പോൾ ടോട്ടൽ ഒരു 110 പോയിൻ്റ് മൂവ്മെൻറ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു ട്രേഡാണ്. രാവിലത്തെ 3 ട്രേഡാണ്. രാവിലെ കൊടുത്ത 3 ട്രേഡ്, ഫ്രീയിൽ കൊടുത്ത 3 ട്രേഡാണത്. കണ്ടിന്യൂ കിട്ടിയ ട്രേഡുകളാണ്. പിന്നെ ഒരു 48,300 സീലാണ്. അതിങ്ങനെ തന്നെയാണ്. ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കി, നമ്മുടെ ലെവലിൻ്റെ മുകളിൽ തന്നെ സെല്ലേഴ്സ് ക്ലോസ് ആക്കി, ലിമിറ്റിലേക്ക് വന്നു.
എല്ലാവർക്കും എൻട്രി എടുക്കാം കേട്ടോ. ഇതൊക്കെ ഇത് 100 പോയിൻ്റ് മൂവ്മെൻ്റാണ്. എൻ്റെ മുകളിൽ വേറെ എൻട്രി കിട്ടിയിട്ടുണ്ട്, അത് SL SL ഇല്ലാത്ത ദിവസമൊന്നുമില്ല. SL പാർട്ട് ഓഫ് ദി ഗെയിം തന്നെയാണ്. ഒന്നും ചെയ്യാനില്ല, SL വരുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ. പിന്നെ നമുക്കുണ്ടായിരുന്ന 22,300 സീലാണ്. ഇവിടെ തന്നെയാണ് സിനാരിയോ. 79 പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. നമുക്ക് കാണാൻ 79 പ്രൈസ് കാണാണ്ട്, 93-30 കാണാണ്ട്, പിന്നെ ഒരു പ്രൈസും കൂടി ഉണ്ട് 130-95. ഈ 3 പ്രൈസിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 79 ട്രേഡ് കിട്ടിയില്ല. നമുക്ക് കാണാമല്ലോ, ക്യാൻഡിൽസ് തന്നെ കയറി പോയി കാണാം. പിന്നത്തെ ട്രേഡ് കിട്ടിയത് 93-30 93-30 സെല്ലേഴ്സ് സ്കാനിൽ ഇവിടെ വന്നു. ഇത് ഇവിടെ തന്നെ എടുക്കണം, മനസ്സിലായില്ല. 97 തന്നെ എടുക്കണം. ഒരു 4 രൂപ വ്യത്യാസം എടുക്കണം. 4 രൂപ വ്യത്യാസമൊക്കെ ഓക്കെയാണ് കേട്ടോ, മനസ്സിലായാലേ. അങ്ങനെ കിട്ടിയ ട്രേഡാണ്. അതങ്ങനെ 50 പോയിന്റ് പോയിക്കണത്. ഇനി മുകളിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ 130-95 അടുത്ത ട്രേഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് അടിയിലേക്ക് വരണം, ലിമിറ്റിക്ക് വരണം. അല്ലെങ്കിൽ തൊട്ട് ഇതൊരു പൈസകളുടെ വ്യത്യാസമുള്ളൂ, മനസ്സിലായില്ലേ. ജസ്റ്റ് ഒരു 130-95 ഞാൻ പറഞ്ഞത്. ഇത് ഒരു 131-20 വരെ ഈസിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി ട്രേഡാണ്. ലിമിറ്റ് ഇട്ട് വെച്ചിരുന്നവർക്ക് കിട്ടില്ല, മനസ്സിലായാലും. ഇതൊരു 9 പോയിന്റ് മുമ്പാണ് മുളകി കയറിക്കണത്. ഇനി 9 പോയിന്റ് എടുക്കാൻ പറ്റാത്ത പ്രശ്നമില്ല. ഇങ്ങനത്തെ ടൈമുകളിൽ ഞാൻ വേറൊരു ടെക്നിക്ക് കൂടിയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിലൊക്കെ പറയാറുണ്ട്. നമുക്കിപ്പോൾ ട്രേഡ് ആക്ടിവേറ്റ് ആയി, അതായത് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ട്രേഡ് ആക്ടിവേറ്റ് ആയി. അതിന് ശേഷം നിങ്ങൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഓർഡർ പഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് കൊണ്ട് ക്യാൻഡിൽ എന്താ ചെയ്യണം നോക്കുക. ഒന്ന് നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് വരണം, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ലോസ് വരണം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുകയാണെന്ന് നോക്കി മിനിമം പ്രോഫിറ്റും തന്നെ ഇല്ല, ലോസും അതായത് SL അടുപ്പിക്കണമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാനുള്ളൊരു ടൈമാണ് 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ നിങ്ങൾ എക്സിറ്റ് അടിക്കുക, മൂവ്മെൻറ്റ് കിട്ടണില്ലെങ്കിൽ. ഇത് നിങ്ങൾ എണ്ണി നോക്കി നോക്കുക. അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയി 1 2 3 4 5 6 7 8 10. ഇതാണ് 10ാമത്തെ മിനിറ്റ് ക്യാൻഡിൽ, വലിയ ക്യാൻഡിൽ. ഒന്നേ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് അടിക്കാൻ പറ്റും. ചെറിയൊരു പ്രോഫിറ്റിലാണ് നിങ്ങൾ എക്സിറ്റ് അടിക്കുക അവിടെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ആൾക്കാർ, ഇതിലാണ് അടിയിൽ നിന്ന് എടുത്ത ആൾക്കാരുണ്ടാവില്ല ഈ ക്യാൻഡിൽ നിന്ന്. 1 2 3 5 6 7 8 9 10. ഈ SL പറഞ്ഞ ഈ ക്യാൻഡിലാണ് എക്സിറ്റ് അടിക്കുക. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പോയിന്റ് SL കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു 2 പോയിന്റ് 3 പോയിന്റ് അല്ലെങ്കിൽ 1 പോയിന്റ് SL കൊടുത്താൽ മതി. പ്രോഫിറ്റ് അങ്ങനെ തന്നെയാണ് കേട്ടോ. 2 പോയിന്റ് 3 പോയിന്റ് 4 പോയിന്റ് തന്നെയാണ് പ്രോഫിറ്റും കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിൽ കടിച്ചു നിന്നിട്ട് പോകേണ്ട കാര്യമില്ല, മനസ്സിലായാലും. ഇത്രയും സ്ട്രൈക്കുകളായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അത്യാവശ്യം ട്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടാർഗറ്റുകൾ വന്നുള്ള ദിവസം കൂടിയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ന്യൂസിൽ നിൽക്കണവരുണ്ടെങ്കിലും ഇനി തിങ്കളാഴ്ചത്തെ ന്യൂസിൽ നിൽക്കണവരുണ്ടെങ്കിലും എല്ലാം റിക്കവറായി പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. അത്യാവശ്യം അതിന് മാത്രമുള്ള മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. നല്ല ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്, ഫുൾ ടാർഗറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വയ്ക്കുക. പിന്നെ എൻ്റെ ഫ്രീ ടെലിഗ്രാം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഫ്രീ കിട്ടുന്ന ട്രേഡാണ്. ആ കണ്ടിന്യൂ 3 പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് ഉണ്ടല്ലോ, അത് ഫ്രീയിൽ കൊടുത്ത ട്രേഡാണ്. നിങ്ങൾക്ക് താല്പര്യം ഫ്രീയിൽ ജോയിൻ ആയിട്ട് അതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. 10 പൈസയുടെ ചിലവില്ല അതിനൊന്നും. ഫ്രീ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.